ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിതാ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ചോറ് വയ്ക്കാനായിട്ട് വന്നത്. എന്താ പറയുക, രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കുട്ടികളെ കൂടെ കളിക്കലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 നേരം ചോറ് വയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ വയ്ക്കാറ് ചോറും കറിയൊക്കെ. പിന്നെ എങ്ങോട്ടും പോകാനൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ നേരത്തെ വയ്ക്കും. അപ്പോൾ പിന്നെ വൈകിട്ടും ചോറും കറിയൊക്കെ വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും എങ്ങോട്ടും പോകാനൊന്നുമില്ല. അപ്പോൾ നേരെ വൈകിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് നാത്തൂനും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറും കറിയൊക്കെ അങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നും വയ്ക്കുന്നതിനേക്കാളും കുറച്ചൊരു അരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നാത്തൂൻ്റെ ഹസ്ബൻഡൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത്ര നേരമായിട്ട് മീൻ ഇനി എപ്പോഴാണ് കൊണ്ടുവരാമെന്നൊന്നും അറിയില്ല. നേരെ ഇപ്പോൾ 12 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ വന്നു കഴിഞ്ഞാൽ മീൻ മുളകിടാനേ ഉള്ളൂ. കറണ്ടില്ല ഇവിടെ, മഴയൊക്കെ കാരണം കറണ്ടൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ അമ്മീമ പിന്നെ അരയ്ക്കാനായിട്ട് വയ്യട്ടാ. പിന്നെ മിക്സിയിൽ അരയ്ക്കാനായിട്ട് കറണ്ടില്ല. അപ്പോൾ പിന്നെ എന്ത് മീനായാലും മുളകിടാലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഞാൻ ചോറ് വയ്ക്കാൻ കേട്ടോ. അങ്ങനെ ചോറൊക്കെ അവിടെ ആവണ നേരതായ ഏട്ടൻ മീൻ കൊണ്ടുവന്നിട്ടാ. ചെറിയ പൊടി മീനുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ അയില, ചെറിയ മത്തി, അതേപോലെ ചെറിയ ചൂട, അങ്ങനത്തെ എല്ലാതും കൂടി മിക്സ് ആയിട്ടുള്ള പലവക എന്നറിയാമല്ലോ, എല്ലാ മീനും കൂടിയുള്ള മീൻ. അങ്ങനെ ചെറിയ മീനുകളായിട്ടുള്ള പലവകയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ പിന്നെ കറണ്ട് വന്നിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, നേരെ ഒരു മണിയൊക്കെ ആവാനായി. അപ്പോൾ പിന്നെ ചോറുണ്ടാൻ നേരം ആയതുകൊണ്ട് പിന്നെ തേങ്ങ അരയ്ക്കാനൊന്നും നിന്നില്ല. അങ്ങനെ പിന്നെ മുളകിടാലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടാ. പിന്നെ പുളി വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ മുളകിടാനുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ മുളകിടാനായിട്ട് മുളകിന് കലക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ 2 രീതിയിൽ മുളകിടും കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയും മുളകിടും. അതല്ലാതെ എന്താ പറയുക, പുളിവെള്ളത്തിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തക്കാളി, പച്ചമുളകും, മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് മീനിട്ടിട്ട് പിന്നെ കറി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഉള്ളിയിൽ വറവ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കറി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഉള്ളിയൊന്നും വാട്ടാനായിട്ട് നിന്നില്ല. വേഗം ഇതാണ് എളുപ്പം, ഇങ്ങനെയാകുമ്പോൾ വേഗം പണി ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം കൂടിയായിട്ട് കലക്കിയാണ്ട് വെച്ച് പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ മീനിട്ട് കണ്ടാണ്ട് ചെറിയ ഉള്ളിൽ വറവിട്ടാൽ പിന്നെ വേണ്ട പണി കഴിഞ്ഞാൽ മറ്റേ ഉള്ളി വാട്ടാനൊക്കെ തന്നാൽ പിന്നെ അതൊരു പണിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എളുപ്പം. അപ്പോൾ പിന്നെ എളുപ്പം നോക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ മുളകിടാനായിട്ട് കലക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിക്കൊട്ട. ഫ്രിഡ്ജ് ഉണ്ട്, എന്നാലും ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജ് എന്നും ഇടില്ല. മീനൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഫ്രിഡ്ജ് ഓണാക്കുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഫ്രിഡ്ജ് ഓണാക്കുന്ന സമയത്ത് ഭയങ്കര കറണ്ട് ബില്ലാണ്. ഇവിടെ എങ്ങനെ വന്നാലും 1500 കറണ്ട് ബില്ല്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ഫ്രിഡ്ജ് ഇടലില്ല കേട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടൽ ഒഴിവാക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒഴിവാക്കിയ ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ടൈം ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറണ്ട് ബില്ലാണ്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മീനൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും അങ്ങനെ പാല് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് വെക്കാനുള്ള സമയത്ത് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് ഓണാക്കുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് ഈ പച്ചക്കറി കൊട്ടയിലാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ വയ്ക്കാം. ഉള്ളിക്കൊരു തട്ട്, പച്ചമുളകിനൊരു തട്ട്, തക്കാളിക്കൊരു തട്ട്, അങ്ങനെ നമ്മളെ വീട്ടിലെ മെയിൻ പച്ചക്കറി ഉള്ളിയും തക്കാളിയും പച്ചമുളകും കേട്ടോ. അധിക വീടുകളിലും പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അല്ലേ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ പിന്നെ അധികം നമ്മുടെ ഈ മലപ്പുറം ഏരിയയിൽ അധികം വീടുകളിലും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും മെയിനാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളി. അല്ലാതെ ഈ വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, അതേപോലെ വഴുതന, അതൊന്നും അത്ര ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാനിതാ ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പുളിയും ഒഴിച്ചതിന് ശേഷം പിന്നെ 2 തക്കാളി, ഒരു 5-6 പച്ചമുളകും അതേപോലെ തന്നെ 2 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് അടുപ്പത്ത് ചോറ് വേവുന്നുണ്ട്. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ അടുപ്പത്ത് തന്നെ നമുക്ക് കറി വെക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതവിടെ കൊണ്ടുവച്ചിട്ടാണ്.
പിന്നെ ഇത് ഞാൻ ഗ്രൈൻഡറാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മുടെ അച്ഛന് ഞാൻ പറഞ്ഞ തട്ടുകടയാണെന്ന്. അപ്പോൾ തട്ടുകടയ്ക്ക് പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ പുട്ട് കൊണ്ടുപോകും. അതേപോലെ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് വന്നിട്ട് പോകുമ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് അരച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതിലാണ് പരിപ്പ് അരയ്ക്കുക. അപ്പോൾ അച്ഛൻ പരിപ്പ് അരച്ച ഇതാണ് കേട്ടോ ഗ്രൈൻഡർ. അപ്പോൾ അതൊന്ന് ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ മുറ്റത്ത് നമ്മൾ കുറേ മുന്നേ നമ്മുടെ എന്താ പറയുക, നമ്മൾ അടുപ്പ് ഉള്ളിലുണ്ടായിരുന്ന അടുപ്പ് കേട് വന്ന സമയത്ത് ഞാനിതവിടെ പുറത്ത് ഒരു 3 കല്ലിട്ടിട്ട് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കുറേ കാലം ചോറൊക്കെ വെച്ചിരുന്നതും ഇവിടെ ചോറ് വയ്ക്കും. പിന്നെ കറിയൊക്കെ ഗ്യാസുമ്മൽ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിരുന്നു. പിന്നെ ഇപ്പോൾ നല്ല മഴയായ കാരണം നമ്മൾ ഈ അടുപ്പൊക്കെ ഒന്ന് തേച്ചിട്ട് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കള ഒന്ന് മറയ്ക്കും കൂടി ചെയ്യണം. അത് ഇനി മഴയൊക്കെ മാറിയതിൻ്റെ ശേഷം ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ മുടങ്ങി വെച്ച ഓലേൻ്റെ താഴെയൊക്കെ ചെതൽ വരൽ തുടങ്ങിയിട്ടാണ്. ഇനി അതൊക്കെ മഴ മാറിയിട്ടൊന്ന് ഉണക്കിയൊക്കെ തട്ടി കൊട്ടി എടുത്ത് വയ്ക്കുകയൊക്കെ വേണം. അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ കഴുകി വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടാണ്. ചോറ് വെന്ത അടുപ്പത്തിന് പിന്നെ ഞാൻ അങ്ങനെ നമുക്ക് കറിക്കുള്ള മുളക് കലക്കിയതുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ വെച്ച് അതവിടെ വേവണ നേരം കൊണ്ട് ഞാൻ ഇവിടെ ചോറ് ഊറ്റിയാണ് കേട്ടോ. അപ്പോൾ ചോറ് മീൻ കൊണ്ടുവന്ന് തരാൻ വന്നപ്പോൾ ഏട്ടൻ വൈകുന്നേരം നമുക്ക് കടൽ കാണാൻ പോവാം, ചേച്ചി വിളിച്ചിരുന്നു അത്ര ഏട്ടന്, എന്താണ് വൈകുന്നേരം കടൽ കാണാൻ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓര് വന്നു കഴിഞ്ഞാൽ ഏട്ടനെ വിളിക്കാൻ പറഞ്ഞു കടൽ കാണാൻ പോകാനും. അപ്പോൾ പിന്നെ അത് കേട്ടപ്പോൾ പിന്നെ വേഗം പണിയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ കടൽ കാണാൻ നമ്മളധികം പുറത്തേക്ക് പോകാൻ തന്നെ അങ്ങനെ അങ്ങോട്ട് പാർക്കിലേക്ക് അങ്ങനെയൊന്നും പോകില്ല കേട്ടോ. അധികം നമ്മുടെ ഇവിടെ അടുത്ത് കടലാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ അധികം നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ കാണാനാട്ടോ പോകല്. ആദ്യമൊന്നും അങ്ങനെയൊന്നും പോകില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ കടൽ കാണാനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കടൽ കാണാൻ പോകാമെന്ന് കേട്ടപ്പോൾ പിന്നെ അത് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വറ്റി പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്ത് മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലും കൂടി വെളിച്ചെണ്ണയിൽ തൂമിക്കുക എന്നിട്ട് പറയാം. വറവ് ഇടുക എന്നാണ് ഇത് പറയുക. വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ആരോട് അങ്ങനെ പിന്നെ ഞാൻ ചോറ് ഉണ്ണണ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എന്താ പറയുക, വേഗം എല്ലാവരും കൂടി ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കടൽ കാണാൻ പോയിട്ടാണ്. കടൽ കാണാൻ പോയി. അവിടെ ഒരുപാട് എന്താ പറയുക, അന്ന് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ണിയാൽ ബീച്ചിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ പുതിയ എന്തൊക്കെയോ വന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം കടൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മൾ അസ്തമയം കണ്ടിട്ടില്ല കേട്ടോ. അസ്തമയത്തിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് കാർമേഘം വന്നിട്ട് അങ്ങനെ അസ്തമയം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വരവിൽ എന്തായാലും നമുക്ക് അസ്തമയം കാണാനായിട്ട് പറ്റിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശമൊക്കെ മൊത്തം ചുവന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇത് കാണുന്നത്. നമുക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയും കാലമായിട്ട് എന്താ പറയുക, ജനിച്ചതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു അസ്തമയം കാണുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം എന്താ പറയുക, ഒത്തിരി തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കടൽ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇതേപോലെ വെള്ളത്തിൽ കളിക്കലും, ചില അമ്മമാർക്കൊന്നും പേടി തന്നെ ഇല്ല മക്കളെ കടലിലേക്ക് ഇറക്കാം. ചെറിയ മക്കൾ തന്നെ കുട്ടാപ്പിനേക്കാളൊക്കെ ചെറിയ മക്കളൊക്കെ കടലിലേക്ക് അവരെ ഇഷ്ടത്തിൽ ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ അത് കണ്ടിട്ട് മോൻ പറയുമായിരുന്നു, എന്താണ് അവർക്കൊന്നും പേടിയില്ലേ മാമി അങ്ങോട്ട് നോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരൊക്കെ ഈ ഭാഗത്തുള്ളവരെ ഓർക്ക് പേടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓനങ്ങനെ സമാധാനിപ്പിച്ചേട്ടാ. അങ്ങനെ ഓനെ കടലിലേക്ക് ഇറങ്ങാൻ പേടിയായിട്ട് അങ്ങനെ ഞാൻ കൈ പിടിച്ച് കൊണ്ട് നിർത്തിക്കേട്ടാ. ആൾ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ എല്ലാ വീഡിയോ എടുക്കണതിൻ്റെ തിരക്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്ന് കുട്ടാപ്പൂവിനൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് കുട്ടാപ്പൂവിൻ്റെ കൈ പിടിച്ചിട്ടാട്ടുള്ളത്. അവൻ മുണ്ടാണ് എടുത്തത്. അതൊന്നും സത്യം പറഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റിയില്ലടോ.
അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എന്താ പറയുക കുറേ നേരം ഇരുന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ കുട്ടികളൊക്കെ കളിച്ചും കണ്ടില്ല കുറേ കുട്ടികളുണ്ടല്ലേ പേടി അത് കാണുമ്പോൾ. അതേപോലെ ഒരു കുഞ്ഞുമോൾ ഒരു ചെറിയ മോളുണ്ട് കേട്ടോ. ആ മോള് ഇതേപോലെ എല്ലാവരും കടലമ്മ ചോദ്യം എന്നൊക്കെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ ഒന്നും എഴുതാനൊന്നും അറിയാത്ത കാരണം കുട്ടി വന്നിട്ട് അക്ഷരമാല ഇട്ട് എഴുതിയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറേ നേരം വീഡിയോ എടുത്തു തന്ന്. അങ്ങനെ അതാ കുഞ്ഞുമോള് കാക്ക ഗംഗൊക്കെ ആയിട്ട് എഴുതിയിരുന്നത്. അത് എഴുതി അവൾ കൈ കഴുകാൻ പോയ സമയത്ത് തന്നെ കടൽ വന്നത് മായിച്ചിട്ടാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചുരണ്ടി ഐസ് ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഒരു രാത്രി ഒരു 7 മണി വരെ നമ്മളവിടെ ഇരുന്നു. പിന്നെ നല്ല ഇരുടായതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞങ്ങളടുത്ത് പോകുന്നത്. ഞാൻ അമ്മ അതേപോലെ നാത്തൂനും കുട്ടികളും പിന്നെ ഏട്ടനും പിന്നെ ഞങ്ങളൊരു വല്യച്ഛൻ്റെ ഒരു മോനും കൂടി കേട്ടോ പോയത്. അങ്ങനെ പിന്നെ ഏട്ടനും അവനും കൂടി അവിടെ ഓട്ടോയിൽ ഇരുന്ന് ഞങ്ങൾ പിന്നെ കടലിൻ്റെ അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ്. നമ്മൾ കുറേ ഇങ്ങനെ ഇരിക്കൽ സാധാരണ അങ്ങനെ ഉണ്ടാവലില്ല. അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് നേരം കടലിൽ കളിച്ച് അങ്ങനെ പോരും കേട്ടോ ചെയ്യലും. ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അത്ര നേരത്തെ വന്നതുകൊണ്ട് കുറേ നേരം ഇരിക്കാനും പറ്റി. അതേപോലെ തന്നെ നല്ല രീതിയിൽ അസ്തമയവും കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഒത്തിരി നന്ദി. ആരാണ് ഒന്നും വെച്ചിട്ടാ ഇങ്ങോട്ട് പോന്നോട്ടാ. ചെറിയ ബൂസ്റ്റ് വിളിക്ക്, പാൽ സർവത്ത്, സോഡ സർവത്ത്, നാരങ്ങ സോഡ, മോരി സോഡ, മസാല സോഡ. ഇങ്ങോട്ട് പോന്നോട്ടാ.